കയ്യിൽ ഒരു താരിഫ് കാർഡ് ഉണ്ടെന്ന് കരുതി അതെടുത്ത് തോന്നും പോലെ ഇന്ത്യക്ക് നേർക്ക് എടുത്ത് പ്രയോഗിക്കാമോ? അങ്ങനെ പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ അതങ്ങ് മുഖവുരയ്ക്കെടുക്കാൻ പറ്റുമോ? ഇപ്പോ അതാ ഇന്ത്യക്കെതിരെ കൂടുതൽ കടുത്ത തീരുവകൾ ചുമത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി. ഈ നീക്കം ഇന്ത്യ US വ്യാപാര ബന്ധത്തിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുമെന്നും ഓഹരി വിപണിയിൽ സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ കർഷകർക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ വില കുറഞ്ഞ അരി വൻതോതിൽ തള്ളിക്കയറ്റുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ പുതിയ നമ്പർ, അതായത് താരിഫ് ഭീഷണി. ഈ രാജ്യങ്ങൾ വഞ്ചിക്കുകയാണ് എന്നും കനത്ത തീരുവ ഏർപ്പെടുത്തുമെന്നും ഒക്കെയാണ് ട്രംപിന്റെ പുതിയ വെല്ലുവിളി. അതായത് US കർഷകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പുതിയ താരിഫ് ചുമത്തുന്നു എന്നാണ് ട്രംപിന്റെ വാദം. തീരുവ യുദ്ധം കാരണം പ്രതിസന്ധിയിലായ അമേരിക്കൻ കർഷകർക്കായി $12 ബില്യൺ, അതായത് ഏകദേശം 1.08 ലക്ഷം കോടി രൂപ സഹായ പാക്കേജ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ മേൽ കുതിര കയറാനെത്തിയത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ നേരത്തെ ചുമത്തിയ 50% തീരുവ കുറയ്ക്കാൻ ട്രംപ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം ട്രംപ് വരച്ച വരയിൽ ഇന്ത്യ നിൽക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് തന്റെ താരിഫ് പിൻവലിക്കാത്തതെന്നും. US ഇന്ത്യ വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനം അനിശ്ചിതത്വം നീളുന്നതിനിടയിലാണ് പുതിയ ഭീഷണിയുമായി എത്തിയത്. പക്ഷേ ഈ താരിഫ് ഭീഷണികൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ എണ്ണ വ്യാപാരം റഷ്യയുമായി തുടരുന്നുണ്ട്. കാരണം ഏത് വിഷയത്തിലും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കൃത്യമായ നിലപാടും നയവുമുണ്ട്. ആ നയത്തിലും നിലപാടിലും മാത്രമേ ഇന്ത്യ തുടർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്ര തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടും റഷ്യനിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ വേറെ മാറ്റമൊന്നും സംഭവിക്കാതും അത് കൃത്യമായി തുടർന്നു പോകുന്നതും. എന്തായാലും കർഷകരുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്താനാണ് പുതിയ സഹായം അത്യാവശ്യമാണെന്നും കർഷകരുടെ നാടിന്റെ, അതായത് കർഷകർ ഈ നാടിന്റെ അവിഭാജ്യ ഘടകം എന്നും ഒക്കെയാണ് ട്രംപിന്റെ പുതിയ വാദം. അമേരിക്കയുടെ നട്ടെല്ലാണ് കർഷകർ എന്ന് പോലും. അമേരിക്കയിൽ കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് തന്റെ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അതുകൊണ്ടാണ് തീരുവ സമ്മർദ്ദവുമായി എത്തിയതെന്നാണ് ഈ കിറുക്കൻ ട്രംപിന്റെ പുതിയ ന്യായം. എന്തായാലും അരി ഇറക്കുമതിയെ കുറിച്ച് വിശദമായ ചർച്ചയ്ക്കിടെയാണ് ഇന്ത്യ ഒരു പ്രധാന ഉദാഹരണമായി ഉയർന്നു വന്നത്. അരി ഇറക്കുമതിയിൽ തെക്കൻ പ്രദേശങ്ങളിലെ കർഷകർക്ക് നാശം വിതയ്ക്കുന്നു എന്നും ലൂസിയാനയിൽ നിന്നുമുള്ള ഒരു കർഷകൻ ആരോപിച്ചിരുന്നു. അമേരിക്കയിലെ റീറ്റെയിൽ അരി വിപണിയിൽ മുന്നിലുള്ള ഏറ്റവും വലിയ 2 ബ്രാൻഡുകളാണ് ഇന്ത്യൻ സ്ഥാപനങ്ങളുടേത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ട്രംപ് പറയുന്നത്. എന്തായാലും അത് പരിഹരിക്കാൻ വളരെ എളുപ്പമെന്നാണ്. അതായത് തീരുവ ചുമത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് മേലുള്ള ശക്തമായി സമ്മർദ്ദം വരികയും ഇന്ത്യ അതിനുള്ള കയറ്റുമതി കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. ഏതായാലും 2 മിനിറ്റിനുള്ളിൽ ഞാൻ ഇപ്പൊ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ഈ തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിന്റെ വാദവും. ഇന്ത്യ അവരുടെ അരി US തള്ളിവിടാൻ പാടില്ല എന്ന് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ അത് കേട്ടിട്ടുണ്ട് എന്നും ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഒക്കെയാണ് ട്രംപിന്റെ തള്ളലും. എന്തായാലും കാനഡയിൽ നിന്നുള്ള വളം ഇറക്കുമതിയിലും തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക ഉൽപ്പന്നം പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യതയും ട്രംപ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാനഡയിൽ നിന്നും വലിയ തോതിൽ വളം US ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വളരെ കഠിനമായ തീരുവകൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നും. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വളർച്ച പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ട്രംപിന്റെ മുന്നറിയിപ്പ് മറ്റ് ആഗോള ഘടകങ്ങളും ഇന്ത്യൻ ഓഹരി വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പണനയം പ്രഖ്യാപിക്കുന്നതിനുള്ള ആശങ്കയും വിപണിയെ തളർത്തുന്നതിന് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലിശ നിരക്കുകൾ സംബന്ധിച്ച അനിശ്ചിതത്വം ആഗോളതലത്തിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു. ഏതായാലും വിദേശ നിക്ഷേപകർ ഓഹരി വിറ്റഴിക്കുന്നതിലൂടെയും രൂപയുടെ മൂല്യത്തകർച്ചയും കാരണം നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നഷ്ടത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കിയത്.